ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ സ്ഥിരതയും ദൃഢനിശ്ചയവും ഉള്ള യാഥാർത്ഥ്യബോധമുള്ളവരാണ്. ഒരിക്കലെടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്ന സ്വഭാവം ഇവർക്കില്ല. കലയിൽ അഭിരുചിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ബുധൻ, ശുക്രൻ, ശനി എന്നീ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ശുഭകരമാണ്. എന്നാൽ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം ദശകളിലും അപഹാരകാലങ്ങളിലും ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബദേവതയെ സ്മരിച്ചു വെള്ളിയാഴ്ച വ്രതമെടുത്ത് ദേവീക്ഷേത്രത്തിൽ നാരങ്ങയും നെയ്യും നമ്മൾ തന്നെ കൊണ്ടുപോയി വൈകിട്ട് നാരങ്ങാവിളക്ക് സമർപ്പിക്കണം. 3 മാസത്തിലൊരിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കണം. ഭദ്രകാളി 10 സ്ഥിരമായി ജപിക്കുന്നതോ കേൾക്കുന്നതോ ശ്രേഷ്ഠമാണ്. ജന്മനക്ഷത്ര ദിവസം ശിവന് ധാര, കൂവളമാല, നീരാജനം എന്നിവ കഴിപ്പിക്കണം. സന്താനങ്ങളെക്കൊണ്ട് വിഷമിക്കുന്നവരും സന്താന സൗഭാഗ്യം ലഭിക്കാത്തവരും വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവ വഴിപാടായി സമർപ്പിച്ച് ഒരു പിടി ശുദ്ധമായ പൂക്കൾ നടക്കൽ സമർപ്പിച്ച് സന്താന ഗോപാലാർച്ചന കഴിപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ചിലവേറിയ പൂജകളിലല്ല, നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ഗ്രാമക്ഷേത്രങ്ങൾക്കും ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും മാറ്റിവെച്ച് ഭക്തിയോടും ശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്ന ചെറിയ പൂജകളിലാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത്. ഗ്രഹനില വിശദമായി പരിശോധിച്ച് കർമ്മദോഷങ്ങളെ മാറ്റി വഴിപാടുകൾ നടത്തിയാൽ കൂടുതൽ ഫലം ലഭിക്കും.